എൻ്റെ വീഡിയോസ് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എപ്പോഴും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. സത്യമായിട്ടും ഗൈസ്, എനിക്ക് എപ്പോഴും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നഖം നോക്ക്, നല്ല അടിപൊളിയായിട്ട് എൻ്റെ നഖം ഒടിഞ്ഞു. ബ്ലഡ് കണ്ടോ, ബ്ലഡ് വരെ വന്നു. സി, ഒന്നുമില്ല ഗൈസ്, ഞാൻ ജസ്റ്റ് ഒരു ഫയൽ എടുത്തൊരു ഷെൽഫിലേക്ക് വെച്ചതാണ്. ഷെൽഫ് അടയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ നഖവും കൂടെ അതിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചു. അങ്ങനെയാണ് ഈ ഒരു പരി പോയത്. കണ്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ട് ഒരു 1.5 months ആയി. അതിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നെയിൽസ് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ആ ഒരു നെയിൽ പോളിഷും നമ്മളുടെ ആ ഒരു ക്യൂട്ടിക്കിൾ ഏരിയയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് കണ്ടോ. ഞാൻ 1.5 months ആയി നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ട്. ഇപ്പോൾ ഇവിടെ രാത്രി 10:30 ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ഇനി ഇതിൻ്റെ മുകളിൽ ഈ ഓൾറെഡി ഇങ്ങനെ ബ്ലഡൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ എന്തായാലും നെയിൽ പോളിഷോ നെയിൽ എക്സ്റ്റൻഷനോ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നെയിൽ ടെക്നീഷ്യനോട് തന്നെ ചോദിക്കണം എന്താണ് ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നാളെ നോക്കാം. നാളെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമായി. ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഇതാണ് എൻ്റെ നെയിൽസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കണ്ടോ, വേദനയൊന്നുമില്ല, പക്ഷെ ആ ബ്ലഡ് ഞാൻ കൈ വാഷ് ചെയ്തു. ബ്ലഡ് സ്റ്റെയിൻ ഇപ്പോഴും ചെറുതായിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഇപ്പോൾ 8 മണിയായി. ഒരു 9 മണിയാകുമ്പോഴേക്കും നെയിൽ ടെക്നീഷ്യൻ വീട്ടിൽ വരും. അപ്പോൾ പുള്ളിക്കാരത്തിനോട് ചോദിക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമുണ്ടോ, എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നെയിൽ ടെക്നീഷ്യൻ വീട്ടിലെത്തി. എൻ്റെ നെയിൽസിൻ്റെ കോലം കണ്ടിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽസിൻ്റെ ലെങ്ത്ത് മാക്സിമം കുറയ്ക്കാം എന്നാണ് പറഞ്ഞത്. സോ ആദ്യം തന്നെ കംപ്ലീറ്റ് നെയിൽസിൻ്റെ ലെങ്ത്തും ട്രിം ചെയ്ത് കുറച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ജെൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്തു. പിന്നെ നെയിൽസിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുന്നതിൻ്റെ പേരിൽ സ്ക്വയർ നെയിൽസ് ആയി കഴിഞ്ഞാൽ വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സ്ക്വയർ നെയിൽസിൻ്റെ ഷേപ്പ് മാറ്റി ആൽമണ്ട് ഷേപ്പിലുള്ള നെയിൽസ് ആക്കി. പിന്നെ ക്യൂട്ടിക്കിൾ റിമൂവലും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം ഒടിഞ്ഞു പോയ വിരലിൽ മാത്രം ഫേക്ക് നെയിൽസ് ഫിക്സ് ചെയ്തു. ഷോർട്ട് നെയിൽസിന് എപ്പോഴും നല്ലത് ഫ്രഞ്ച് മാനിക്യൂറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം ഫ്രഞ്ച് മാനിക്യൂർ സ്റ്റൈൽ തന്നെ പിടിക്കാം എന്ന് വിചാരിച്ചു. ഫ്രഞ്ച് മാനിക്യൂർ ഇപ്പോൾ പല ഷെയ്ഡ്സിൽ വരാറുണ്ട്, പക്ഷേ ഞാൻ നോർമൽ ഫ്രഞ്ച് മാനിക്യൂർ, അതായത് വൈറ്റ് ആൻഡ് ഒരു ഗ്ലിറ്ററി പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത്. ഫൈനലി എല്ലാം കഴിഞ്ഞു. ഇപ്പോഴാണ് ഒരു സമാധാനം ആയത്. ഇതാണ് എൻ്റെ നെയിൽസിൻ്റെ ഫൈനൽ ലുക്ക്. കാര്യം നെയിൽസിൻ്റെ ലെങ്ത് ഇത്തിരി കുറഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ല, വലിയ വൃത്തിയോടൊന്നുമില്ല കാണാൻ, അല്ലേ? എന്തായാലും എനിക്കിഷ്ടമായി. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതാണ് എൻ്റെ ആ ഒടിഞ്ഞു പോയ നഖം. പിന്നെ കോമഡി അതൊന്നുമല്ല, ഞാൻ എൻ്റെ നെയിൽസിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഒന്ന് അയച്ചു കൊടുത്തു. എൻ്റെ അമ്മയുടെ റിപ്ലൈ കേൾക്കണോ ഗൈസ്? ഇപ്പൊ നഖത്തിന് മനുഷ്യക്കോലവും വെച്ച് ഒരു സൗന്ദര്യവും വെച്ചിട്ടുണ്ട്.